നമ്മുടെ സംഘടന അല്ലെ? സംഘടന ആരംഭിച്ചത് നമുക്കറിയാം. എപ്പോഴാണ്? 67 ഉണ്ടാവാനുള്ള കാരണം എന്തായിരിക്കാം? ഇതേപോലെ പ്രതിസന്ധികൾ നടന്ന ഒരു വലിയ ഒരുപാട് വിഭാഗം ഉണ്ടെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികൾ അത് തിരിച്ചറിഞ്ഞു ഇത് പ്രതിസന്ധിയാണ്, ഇത് നമുക്ക് മാറ്റേണ്ടതാണ് എന്ന് തിരിച്ചറിയപ്പെടുന്ന ചില ആളുകൾ ഉണ്ടാവുമ്പോഴാണ് അവിടെ ഒരു ലീഡർ ആയിട്ട് ഉണ്ടാവുന്നത്. അതിന് നമ്മുടെ നാട്ടുകാരുണ്ട്. ആരാന്നറിയോ? ഉണ്ണി സാർ അല്ലെ? ഉണ്ണി സാറിന് എന്താണ് പ്രതിസന്ധി ഉണ്ടായത്? 22 വയസ്സ് വരെ സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല. നമ്മളെല്ലാണെങ്കിൽ ചിലപ്പോ റിപ്പോർട്ടില്ലായിരിക്കും അല്ലെ? 18 വയസ്സ് അവിടെ പറയാൻ പറ്റിയിട്ടാണ് 22 വയസ്സ് വരെയാണ് പോകേണ്ടി വന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തില് എന്നെ പോലെ വിഷമിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലെ അന്നത്തെ വിദ്യാർത്ഥിയായ ആ ഉണ്ണിയേട്ടന്റെ ഉള്ളിൽ നിന്നാണ് ഒരു ആശയം വരുന്നത് അല്ലെ? ഇന്ന് നമുക്ക് ഒരുപാട് സൗകര്യങ്ങളെല്ലാം ഉണ്ട്, വാട്സാപ്പ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും അന്നത്തെ സാഹചര്യം നമ്മൾ അറിയണം. എന്താണ്? കേരളത്തിന്റെ ഒരറ്റത്ത് മറ്റേ അറ്റത്ത് പോകണമെങ്കിൽ 4 വണ്ടി കയറണം, ഒറ്റ വണ്ടിയില്ല. ബസ്സാണെങ്കിൽ ഓരോ പോരാ കഴിഞ്ഞാല് ബസ്സവിടെ നിൽക്കും. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടത്തില് ഒന്ന് സംഘടിപ്പിക്കുക എന്നുള്ള വലിയൊരു ഘടകമാണ്. അപ്പൊ അതിനെല്ലാം തരണം ചെയ്യണമെങ്കിൽ കൊടുക്കാത്ത ഇച്ഛാശക്തി വേണം, അതോടൊപ്പം സഹിക്കാനും ഒക്കെയുള്ള ഒരു സന്മനസ് വേണം. അപ്പൊ അങ്ങനെ നേടിയെടുത്തത് അത് കുന്നംകുളം സ്കൂളില് 78ഓളം ആളുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അന്നത്തെ മീറ്റിംഗിൽ. പക്ഷെ അതില് 10-13 ആളേ ഉള്ളൂ വോട്ടവകാശം അല്ലെങ്കിൽ മുതിർന്നവര്. ബാക്കിയുള്ള ആരാണ്? വിദ്യാർത്ഥികളാണ്. പക്ഷെ ഇന്നത്തെ വിദ്യാർത്ഥികൾ അങ്ങനെ വരുന്നില്ല. എന്തുകൊണ്ടാണ്? സുഖസൗകര്യം കൂടിപ്പോയി, ഇങ്ങനെയുള്ള ഉൾക്കാഴ്ച ഇല്ലാത്ത അവസ്ഥ വരുന്നു. അപ്പൊ ഒന്ന് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെ നേരിടാനുള്ള ഒരു ആർജവം ഉണ്ടാവുക. പ്രതിസന്ധി നമുക്ക് എങ്ങനെയാണ് പ്രതിസന്ധി? എല്ലാവർക്കും പ്രതിസന്ധി ഉണ്ടാകും. പ്രതിസന്ധി ആണെന്ന് ബോധ്യപ്പെടുത്തണം മറ്റുള്ളവരെ. ആളെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ? ബോധമില്ലാത്തവർക്ക് അത് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ പ്രയാസം എല്ലാവരുടെയും പ്രയാസമാണ് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് അത് അദ്ദേഹത്തിലെ നേതാവ് ഉണ്ടാവുക. അപ്പൊ അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ 4 ബ്ലൈൻഡ് സ്കൂളാണ് കേരളത്തിൽ ഉണ്ടായത്. വളരെ പ്രയാസപ്പെട്ട കാര്യത്തിന് സമാനമായ സ്കൂള് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സൗകര്യമില്ലാത്ത സ്കൂൾ. അപ്പൊ അവിടുന്ന് ഉണ്ടായ ആശയമാണ് കുന്നംകുളത്തില് 1967 നമ്മളെ മുന്നില് സംഘടനയായി രൂപപ്പെട്ടത്. അപ്പൊ 67 സംഘടന രൂപപ്പെട്ടു. അതിനുശേഷം 69 വരെ ഇതിന്റെ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. 67 രജിസ്ട്രേഷൻ വന്നു. അതിനുശേഷം 70 തെരഞ്ഞെടുപ്പ് വരുന്നു. ആദ്യമായിട്ട് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ തെരഞ്ഞെടുപ്പ് 70 കാലഘട്ടങ്ങളിൽ വരുമ്പോഴാണ് ഇതിന് ഒരു അടുപ്പിച്ചട്ടിയായിട്ട് നമ്മുടെ സംഘടന വരുന്നത്. അപ്പൊ ആദ്യത്തെ കൺവെൻഷൻ വരുമ്പോഴും അന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് കൺവെൻഷൻ വരുമ്പോൾ ആ കൺവെൻഷനിൽ വരുന്ന ഇൻവിറ്റേഷൻ ലെറ്റർ കാണിച്ചാല് KSRTC ബസ്സിൽ ഫ്രീ ആയിട്ട് പോകാമായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? പൊതുസമൂഹത്തെ നമ്മുടെ ആവശ്യം ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതുകൊണ്ടാണ്. KSRTC ഇന്ന് അങ്ങനെ പറ്റുമോ? നമ്മൾ കയറാൻ പോകുമ്പോൾ തന്നെ നമ്മൾ ഓടിക്കുന്ന ആളുകളാണ് നമ്മൾ ചുറ്റുമുള്ളത്. അപ്പൊ അന്നുണ്ടായ നമ്മുടെ മാറ്റം നമ്മുടെ സമൂഹത്തിൽ അത് അവതരിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. ഇപ്പൊ ഫെഡറേഷനിൽ അന്ന് തുടക്കത്തിൽ 70 മുതൽ 80 വരെ ഓരോരോ കെട്ടിപ്പടുക്കലുകളാണ് ഉണ്ടായത്. 80-ന് ശേഷമാണ് ഓരോരോ പ്രോജക്റ്റുകൾ ഉണ്ടാകും. നമുക്ക് ഒരുപാട് പ്രോജക്റ്റുകൾ ഉണ്ടായി. എല്ലാവർക്കും പറയാൻ പറ്റുമോ നമ്മൾ എന്തൊക്കെ പ്രോജക്റ്റ് ഉണ്ടായി? ഇപ്പൊ ഒന്നും കാണുന്നില്ല. പറയാൻ പറ്റുമോ? സെൽഫ് എംപ്ലോയ്മെന്റ് ലോൺ കിട്ടിയവരുണ്ടോ? ഇവിടാ ആർക്ക്? കലേഷ് കിട്ടിയിട്ടുണ്ട്. എത്ര രൂപ? 15,000 രൂപ. അവസാനം 50,000 രൂപ വരെ കൊടുത്തിരുന്നു. സെൽഫ് എംപ്ലോയ്മെന്റ് ലോൺ. ഒരു സംഘടന ഇത്രയധികം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഞാൻ സെക്രട്ടറി ആയിട്ട് കുറെ കൊല്ലമായി നിങ്ങൾക്കറിയാം, കൊടുക്കാത്ത ആളില്ല. അന്നത്തെ ഈ സെൽഫ് എംപ്ലോയ്മെന്റ് ലോൺ എല്ലാം അന്ന് എന്താണ് സഹായമായിട്ടാണ്.
സംഘടനയിലുള്ള എല്ലാവർക്കും സെൽഫ് എംപ്ലോയ്മെന്റ് ലോൺ കൊടുത്തു. ലോണല്ല, സഹായം കൊടുത്തു. അവസാനം ലോണായി. ഇപ്പൊ ലോണും ഇല്ലാത്ത അവസ്ഥ വന്നു. ഒന്ന്. രണ്ടാമത്തെ പ്രൊജക്ട് നമുക്കറിയാം എന്താണ്? ടോക്കിംഗ് ബുക്ക് ഉണ്ടായിരുന്നു അല്ലെ? ഇപ്പോൾ ടോക്കിംഗ് ബുക്ക് കിട്ടോ? ടോക്കിംഗ് ബുക്ക് ഉണ്ടോ ഇപ്പം ഫെഡറേഷനിൽ? ഇപ്പൊ രണ്ടാമത് വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എന്താണ് ടോക്കിംഗ് ബുക്ക് ഇല്ലാത്തതിന് കാരണം നമ്മുടെ ടെക്നോളജി മാറി. ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ, ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ഇഷ്ടംപോലെ നമുക്ക് എന്തുണ്ടായിട്ടുണ്ട്? വായിക്കാൻ പുസ്തകം ഇല്ലാത്ത പുസ്തകമില്ല. പക്ഷെ ആദ്യകാലത്ത് നമ്മൾ തുടങ്ങുമ്പോൾ ഏതൊക്കെ ഒരു പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാവരും വായിക്കാറുണ്ട്. ഇപ്പൊ അങ്ങനെയല്ല. പുസ്തകം ഇഷ്ടംപോലെ ആകുമ്പോൾ വായിക്കുന്ന ആളുടെ ശീലം ലേശം കുറഞ്ഞോ എന്ന് സംശയം. ശരിയാണോ? വായിക്കുന്നുണ്ട്, വായിക്കുന്നവരുണ്ട് അല്ലെ? എല്ലാവരും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും വായിക്കുന്നവരുണ്ട്. ശരിയാണ്. അപ്പൊ നമുക്ക് ഒരുപാട് 12ഓളം പ്രോജക്റ്റുകൾ, 18ഓളം പ്രോജക്റ്റുകൾ ഉണ്ടെങ്കിലും ഇന്ന് നിലവിൽ നമുക്ക് ബ്രെയിൽ പ്രസ് പ്രധാനമായിട്ടുണ്ട്. 2 സ്കൂളുകളുണ്ട്. അതാണ് കാര്യമായിട്ടുള്ള ഇത്. എന്തുകൊണ്ടാണ്? നമുക്ക് ആവശ്യമില്ലായിട്ടാണോ? ആവശ്യമില്ലായിട്ടല്ല. പിന്നെന്താണ് പ്രശ്നം? ആളുടെ താല്പര്യമില്ലായിട്ടാണോ? അല്ല, നടത്തിക്കൊണ്ടുപോകുന്നവരുടെ വൈകല്യാണോ? ആവശ്യമുള്ളവർക്ക് താല്പര്യമില്ല, താല്പര്യമുള്ളവർക്ക് ആവശ്യമില്ല എന്നാണ്. അങ്ങനെയല്ല. അപ്പൊ നമ്മളിവിടെ കൂടുതൽ നമ്മൾ ലീഡർമാരാണ് അല്ലെ? എന്ത് ആവശ്യവും അത് പ്രതിസന്ധിയാണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അവിടുന്ന് ഒരു ലീഡർ വരും. എന്തായാലും നിങ്ങൾക്ക് സത്യശീലൻ മാഷ അറിയാം അല്ലെ? പല കാര്യങ്ങളിൽ ഇന്നോവേറ്റീവ് ആയിട്ട് കൊണ്ടുവന്ന ആളാണ്. അപ്പൊ ബ്രെയിൽ, നമ്മുടെ ഇപ്പം ബ്രെയിലിന്റെ സാക്ഷരത അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ബ്രെയിൽ ഒരു നമ്മുടെ ആശയവിനിമയമാണ് എന്നും അതിനെ നവീകരിക്കേണ്ടതുമാണെങ്കിൽ കൂടുതൽ ആളുകൾ ബ്രെയിലിലേക്ക് വരും. അപ്പൊ അത് നമ്മളെ ഇടയിൽ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ കുറഞ്ഞുപോയി. ഇംഗ്ലീഷിൽ ഉണ്ടാകുന്ന പോലെയുള്ള ഇന്നോവേഷൻ നമ്മുടെ മേഖലയിൽ ഉണ്ടാകാത്തതുകൊണ്ട് ആ പ്രോജക്റ്റ് മെച്ചപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് പറയാം. അപ്പൊ നമ്മളുടെ മുന്നിൽ ഒരുപാട് ഭൂതകാലത്തുണ്ടായ ആവശ്യങ്ങളല്ല ഇപ്പോഴും ഉണ്ടാവുന്ന ആവശ്യം ആണോ? പണ്ട് നമ്മുടെ പിന്നെ ട്രെയിനിങ് സെന്ററുകളുണ്ട് ഇഷ്ടം പോലെ. പോത്താനിക്കാടായാലും കോഴിക്കാടായാലും നമ്മള് അന്ന് പഠിച്ചവര് വളരെ കുറവായിരുന്നു. അവിടെ പോയിട്ട് ജീവിതം രക്ഷപ്പെട്ടവര് കുറെ ആളുണ്ടായിരുന്നു. ആരെക്കൊണ്ട് അങ്ങനെ അറിയുന്നവരുണ്ടോ? ആരുമില്ല. ആരാണ്? ആർക്കും പേര് പറയാമോ? സക്രിയ അതിൽപ്പെട്ടതാണ്. പിന്നെയോ കണ്ണൂർ ജില്ലയിലെ ഇഷ്ടം പോലെ ആളുണ്ട് അല്ലെ? അപ്പൊ പിന്നെ സംവിധാനം നവീകരിക്കാൻ നമുക്ക് പറ്റണം. ഇന്ന് ട്രെയിനിങ് സെന്റർ 2 ഉണ്ട്. പക്ഷെങ്കിൽ അതൊരു വൃദ്ധ സദനത്തിലേക്ക് തുല്യമായി മാറിയോ എന്നൊരു സംശയമുണ്ട്. ശരിയാണോ? ഉണ്ടായിത്തോടുന്നല്ല, നമ്മുടെ സംവിധാനങ്ങള് വൃദ്ധസദനത്തിലേക്ക് മാറിപ്പോകുന്നുണ്ടോ? വൃദ്ധന്മാർ കൂടുന്നോണ്ട് മാത്രമല്ല കുറെ ആൾക്ക് നമുക്ക് ജോലി കിട്ടിയിട്ടുണ്ട് അല്ലേ? ഒരുപാട് ഇല്ലാത്തവരുണ്ട്. ജോലി ഇല്ലാത്തവരുണ്ട്. ജോലി ഇല്ലാത്തവർക്ക് മറ്റൊരു പ്ലേസ്മെന്റ് ആയിട്ടുണ്ട്. മുമ്പ് നമ്മുടെ കുടുംബം ഉണ്ടാവാത്ത പോലെ ഉള്ള കാലത്ത് ഇപ്പൊ കുടുംബം ആവാൻ പറ്റിയിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം ഉണ്ടപ്പോ ആവശ്യം ഈ വൃദ്ധമന്ദിരമായി സമൂഹത്തിലും അങ്ങനെയാണ്. വൃദ്ധമന്ദിരമാണ് കൂടുതൽ. അപ്പൊ അതിലേക്ക് മാറ്റാൻ എന്തെങ്കിലും നമുക്കായ നിങ്ങളുടെ ലീഡർഷിപ്പിൽ ലീഡറായവരെന്ന് പറഞ്ഞാൽ നമ്മളുടെ മുന്നിലുള്ള പ്രതിസന്ധിനെ എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ള അർത്ഥത്തിലേക്ക് വരണം. അപ്പൊ ഈ പ്രതിസന്ധിനെ തരണം ചെയ്യണമെങ്കിൽ കേൾക്കാൻ അപ്പൊ ശ്രദ്ധിക്കാവുന്ന നമുക്ക് പിന്നെ ഭക്ഷണം ആയിട്ടില്ല. ഒന്ന് ഏതായാലും നമ്മൾ ഇവിടെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളുടെ കാര്യങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്തത് ഒരാളിലേക്ക് പറഞ്ഞിട്ടല്ല, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്തതിലൂടെ വരികയാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ അങ്ങനെ നമ്മളുടെ മുന്നിലുള്ള സമൂഹത്തില് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതിനെ തരണം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും നമ്മളെ ലീഡർമാരുടെ ക്വാളിറ്റി ആയിട്ട് വരണം അല്ലെ? നമ്മളെ ഇപ്പൊ ഇന്നലെ
ചീഫ് ജസ്റ്റിസിന്റെ ഒരു പ്രസ്താവന. ചീഫ് ജസ്റ്റിസ് ഗവായിയുടെ ഒരു പ്രസ്താവന എന്താണ്? കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയില് പിന്നെ ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ്, പിന്നെ പാർലമെന്റ് അല്ലെ, ഈ 3 ഘടകങ്ങളുണ്ട്. ഒന്നിന്റെ കീഴിലല്ല. എന്താണ് ആദ്യം നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞത് എന്താണ്? പാർലമെന്റ് ആണ് കൂടുതൽ ആളുള്ളത്, ജഡ്ജിമാർ അവർ പറയുന്ന പോലെ കേൾക്കണമെന്നാണ്. അതിന് മറുപടി ആയിട്ടാണ് ജുഡീഷ്യറി പിന്നെ ജഡ്ജി പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഈ 3 തൂണുകളും ഏതിന്റെ കീഴിലാണ്? കേട്ടില്ല? പ്രധാന കേട്ടോ? ഇല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിലാണ് ഈ 3 എന്നാണ് പറയുന്നത് അല്ലെ? അതേപോലെ നമ്മളിവിടെ ഇരിക്കുന്ന നമ്മളുടെ മേലെ ഒരു സ്ഥാനമുണ്ട്. എന്താണ്? നമ്മളുടെ മേലെ KFയുടെ ഭരണഘടന അല്ലെ? ആ ഭരണഘടന അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. ലീഡർമാർ ഇന്നവരും നാളെ പോകും. പക്ഷെ നമ്മളെ എല്ലാരും കൂട്ടിയിരിക്കുന്നതും ഇവിടെ നിങ്ങൾ വന്നിരിക്കാനും ഒക്കെ കാരണമായിട്ടുള്ളത് നമ്മുടെ ഭരണഘടനയാണ്. ആ ഭരണഘടനയിൽ നിന്ന് വ്യതിചലിക്കാതെ പോവുകയാണ്. ഒരു സംഘടന നല്ല രീതിയിൽ ആവണമെങ്കിൽ എന്ത് വേണം? ഒരു സംഘടന ബോധം ഉണ്ടാവണം. സംഘടനകൾ നമ്മുടെ ഭരണഘടനയെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് 3 തലങ്ങളുണ്ട് നമുക്കറിയാം അല്ലെ? ഏറ്റവും താഴത്തെ ഘടകം താലൂക്കാണ്, പിന്നെ ജില്ല, പിന്നെ സംസ്ഥാനം. അപ്പൊ നമ്മുടെ താലൂക്ക് ഘടകങ്ങൾ വന്നിട്ട് ഏതാണ്ട് 10 കൊല്ലമായി ആയിട്ടുള്ളൂ അല്ലെ? നമ്മുടെ സംവിധാനത്തിലുള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത് എല്ലാവരും സംസ്ഥാന സമ്മേളനത്തിൽ മാത്രം പോവുക, വോട്ട് ചെയ്യുക, തീരുമാനിക്കുക. എല്ലാവർക്കും പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എല്ലാവർക്കും പോകാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇന്ന് തന്നെ ഇവിടെ ഒരു വലിയൊരു വിവാദം ഉണ്ടായി. എന്താണ്? വനിതകളുടെ ഒരു പരിപാടി എറണാകുളത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ വനിതകളുടെ ഒരു പ്രവർത്തനം വേറെയും പാടില്ല. എല്ലാവരും വനിതകള് തിരുവനന്തപുരത്ത് എറണാകുളത്തേക്ക് പോകണം. എന്താ ആദ്യകാലത്ത് നമുക്ക് ചെയ്യാം, അത് ഇൻസിസ്റ്റ് ചെയ്യാം. എന്താണ്? കുറച്ച് ആളുകളെ ഉള്ളൂ. 74 നമ്മുടെ സംസ്ഥാന ജനറൽ ബോഡി കുടുംബം 480 മെമ്പർമാരാണ് ആകെ ഉണ്ടായിട്ടുള്ളത്. 74. അപ്പൊ അതുപോലെയല്ല ഇന്ന് നമുക്ക് 1000-ലധികം മെമ്പർമാരുണ്ട്. എല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുകൂടുക എന്നുള്ളത് പ്രായോഗികമല്ല. അതിന് പകരം വേണം ഇപ്പൊ വനിതകളുടെ സംഘടന, വനിതാ ഫെഡറേഷൻ അല്ല വനിതാ ഫോറം എന്ത് ചെയ്യണം? എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള പരിപാടി നടത്തി വനിതാ ലീഡർമാര് ഓരോ സ്ഥലത്തും എത്തി ഈ ഹെലൻകെല്ലറിന്റെ ദിനാചരണം ഒരു സംഭവമാക്കി മാറ്റാൻ പറ്റണം. പക്ഷെ അത് നമുക്ക് പറ്റുന്നില്ല. 3 ത്രിതലത്തിലുണ്ടായെങ്കിലും നമ്മള് ഇന്നും സംസ്ഥാന തലം മാത്രമാണ് കുറച്ചും കൂടി പ്രവർത്തിക്കുന്നത് എന്നായിട്ട് മാറുന്നില്ല. അപ്പൊ നമ്മുടെ മുന്നിലുള്ള രീതി എന്താണ്? ഭരണഘടന പ്രകാരം 3 തലങ്ങളുണ്ട്. താലൂക്കിലുണ്ട്, ജില്ലയിലുണ്ട്, സംസ്ഥാനത്ത് ഉണ്ട്. അപ്പൊ താലൂക്കിന്റെ നിങ്ങളുടെ ഭരണസമിതി അംഗങ്ങൾ നമുക്കറിയാം 5 പേരാണുള്ളത് അല്ലെ? അതിലെ രീതി എന്താണ്? ദൈനംദിനം എന്താ കാര്യം? ആരാണ് തീരുമാനിക്കുക? ഇവിടെ പെട്ടെന്ന് സംവിധാനം വന്നു കഴിഞ്ഞാൽ ആരാണ് തീരുമാനിക്കുക? പ്രസിഡന്റും സെക്രട്ടറിയാണ് ദൈനംദിനമായ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ആ തീരുമാനം ഏതുവരെ എത്താം? താലൂക്ക് കമ്മിറ്റി വരുന്നവരെയാണ് അല്ലെ? താലൂക്ക് കമ്മിറ്റി വരുന്നവരെയാ അങ്ങനെയുള്ള തീരുമാനം പാടും. പിന്നെ എന്ത് വേണം? ഇതുവരെ എടുത്ത എന്തെങ്കിലും നമ്മള് താലൂക്ക് കമ്മിറ്റി തീരുമാനിച്ച കാര്യങ്ങള് നടപ്പിലാക്കാനാണ് സെക്രട്ടറി ആയാലും പ്രസിഡന്റ് ആയാലും നിൽക്കുക. അപ്പൊ അത് നടപ്പിലാക്കുമ്പോൾ ചില പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതും ഏറ്റെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അടുത്ത കമ്മിറ്റി കൂടുന്നവരെ നമുക്ക് നിൽക്കണമെന്ന് പറഞ്ഞാൽ പറ്റൂല. ചില കാര്യങ്ങൾ അങ്ങനെ എടുക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ എവിടെ വരണം? താലൂക്കിന്റെ നിർവാഹ സമിതിയിൽ വരണം. അപ്പൊ അതിലൊരു തീരുമാനമായിട്ട് വേണം ഏത് പ്രവർത്തനവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പൊ സെക്രട്ടറി എന്ന് പറയുന്നത് അതുപോലെ പോകണം, പ്രസിഡന്റ് എന്ന് പറയുന്നത് അതുപോലെ പോകണം എന്നുള്ളതല്ല. ഒരു മീറ്റിംഗ് കൂടുമ്പോൾ എന്ത് വേണം? ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് മീറ്റിംഗിന് എന്ത് വേണം? ഒരു മിനിറ്റ്സ് അത്യാവശ്യമാണ് അല്ലെ?
മിനിറ്റ്സ് എഴുതാറുണ്ടോ? എഴുതാറുണ്ട്. അപ്പൊ എഴുതിയത് അടുത്ത കമ്മിറ്റിയിൽ വായിക്കണം. മറ്റേ വായിച്ചാൽ മാത്രമേ നമുക്കൊരു കണ്ടിന്യൂവേഷൻ ഉണ്ടാവൂ. അപ്പൊ ഒരു മീറ്റിംഗ് കൂടുമ്പോ ആദ്യം ഒരു മിനിറ്റ്സ് ഉണ്ടാവണം. ആ മിനിറ്റ്സ് വായിച്ച് അതിലുള്ള പോരായ്മകൾ എന്ത് വേണം ചർച്ച ചെയ്യണം. നമ്മള് തീരുമാനിച്ചതാണോ നടപ്പിലാക്കിയത്, അതിലെന്തൊക്കെ തകരാറുണ്ടോ, എന്തുകൊണ്ടാണ് തകരാറുണ്ടായത്, അതിന് അങ്ങനെ തകരാറുണ്ടാവാതിരിക്കണം നമ്മൾ എന്ത് വേണം, ഇതൊക്കെ ചർച്ച വരണം, മീറ്റിംഗില് വരണം. അത് അങ്ങനെ ആ മിനിറ്റ്സ് അംഗീകരിച്ചതിന് ശേഷം, ആ മിനിറ്റ്സ് പാസ്സാക്കിയതിന് ശേഷം പിന്നെ പെടുന്ന എന്താണ് അടുത്ത 3 മാസത്തെ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തീരുമാനിക്കണം. ആ തീരുമാനിക്കുമ്പോൾ ഇവിടെ ലീഡർഷിപ്പിൽ കൂടെ പറഞ്ഞ കാര്യങ്ങളുണ്ട്, ഭാഷ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. എന്താണ് നമുക്ക് പിന്നെ ഉള്ള ഏതെങ്കിലും ഒരു പിന്നെ ജനറൽ ബോഡി നടത്തി മാത്രം തിരിഞ്ഞു പോകുന്ന ഒരു സംഘടനയല്ല നമ്മൾ, ആണോ? അല്ല. അപ്പൊ അതുപോലെ ആവാൻ പാടില്ല. നമ്മള് സജീവമായി നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ പറ്റണം. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളാൽ കഴിയുന്ന, താലൂക്കിനാൽ കഴിയുന്ന കാര്യങ്ങൾ താലൂക്ക് ചെയ്യണം, ജില്ലയാൽ കഴിയുന്ന കാര്യങ്ങൾ ജില്ലയിൽ ചെയ്യണം. താലൂക്കിൽ എന്താണ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കൊണ്ടോ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ എന്തെങ്കിലും പിന്നെ ബുദ്ധിമുട്ടായിട്ട് കാണുന്നുണ്ടോ? ഫണ്ട് വിരുപാലിക്കാൻ പ്രധാനമായിട്ട് ആണോ? ആണ്. പിന്നെ വേറെ എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം? എല്ലാരും വിളിച്ചാൽ വരാത്ത പ്രശ്നമുണ്ടോ മീറ്റിംഗിൽ? അതൊന്നുമില്ല. അപ്പൊ ഫണ്ട് പിരിവിന് എന്താണ് പിരിക്കൽ മാത്രമാണോ നമ്മുടെ മുന്നിലുള്ള വഴി? വേറെ വഴിയുണ്ടോ? എന്താ വഴി? സ്പോൺസർഷിപ്പ് ആണ്. അത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാറ് നമ്മൾ ഫോണൊക്കെ ഇട്ടും ഇതൊക്കെ സ്പോൺസർഷിപ്പിൽ നേടുന്നുണ്ട്. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? സംഭാവന പിരിക്കൽ ഒരു നമുക്ക് എല്ലാറ്റിനും സ്പോൺസർഷിപ്പ് ഉണ്ടാകുമ്പോ നമുക്ക് അരി തരുന്നു, കുറച്ച് അല്ലെങ്കിൽ ഉണക്കിട്ട് തരുന്നു, ഒരു ബൈക്ക് മേടിക്കണം, ഒരു കുറച്ച് കസാല വേണം, പിന്നെ ഒരു മീറ്റിംഗ് നടത്തണമെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ വേണം. പക്ഷേ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളിൽ ഫണ്ട് കളക്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. അത് നിർബന്ധമാണ്. എന്ന് വെച്ച് പിരിവ് മാത്രമാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് മാത്രം പറ്റുമോ? അത് പറ്റില്ല. പിന്നെ നമ്മുടെ താലൂക്ക് ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം നേടാൻ നമുക്ക് പറ്റണം. എന്താ ആനുകൂല്യം നേടാം? ഗ്രാമസഭയിൽ പോയിട്ടുണ്ടോ നിങ്ങൾ? എന്തൊക്കെ ആനുകൂല്യം അവിടെ കൊടുക്കുന്നുണ്ട്? പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ വീടുകൾക്കുള്ള സഹായ ഉപകരണങ്ങൾ വീട് കൊടുക്കുന്നുണ്ട്. ഒരു മനുഷ്യന് വേണ്ടുന്ന ഒരുവിധ എല്ലാ സാധനങ്ങളും എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? പഞ്ചായത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മള് പോകുമ്പോൾ നമ്മൾ ഒന്നാമത് പോകുന്നില്ല, നമുക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം. എങ്കിലും ഗ്രാമസഭയിൽ പോകുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയാൻ പറ്റണം. അതെ, പറയുന്നത് അതാണ്. പറയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളോട് പറയുന്നില്ലെങ്കിൽ പറയിപ്പിക്കണം. അത് നമുക്ക് വേണം. എങ്ങനെ പറയിപ്പിക്കുക? പാസാക്കിയത് അതെ. ആദ്യം എന്താണെന്ന് വെച്ചാൽ ഗ്രാമസഭ നമുക്ക് ആനുകൂല്യം കിട്ടണമെങ്കിൽ ആദ്യം ഗ്രാമസഭയിൽ നമ്മൾ പറയണം. അല്ല ആ പറഞ്ഞിട്ട് അത് പിന്നെ എല്ലാ ഗ്രാമസഭയിലും എല്ലാ വാർഡിലെയും കുറെ ആളുകൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൂടുതൽ മുൻതൂക്കമുള്ളതാണ് അവിടെ പ്രവർത്തനമായിട്ട് വരിക. നമ്മൾ പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് കിട്ടുന്നില്ല. കിട്ടുമോ? ഇല്ല. എങ്ങനെ പേര് വരുന്നിട്ട് തരുന്നില്ല? വരാത്ത കൊടുത്തു തന്നിട്ടില്ല. ഒരു ആനുകൂല്യം കിട്ടിയാൽ പക്ഷേ കിട്ടാത്ത പ്രശ്നമുണ്ടോ? അങ്ങനെയാണോ? ലാപ്ടോപ്പിന് പകരമാണോ ഫോൺ കിട്ടിയത്? അതായത് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം വരുന്നുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ ആന്തൂർ മുനിസിപ്പാലിറ്റിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ വരുന്നത്. ഞാൻ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ഇത് ഇവിടെ ഉന്നയിക്കേണ്ട കാര്യം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ
നമുക്ക് പദ്ധതികളിൽ സർക്കാരിന്റെ പദ്ധതികളും നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റണം. നമുക്ക് നമ്മൾ അറിയാത്തവര്, നമ്മള് ലീഡർമാരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അത് നമ്മൾ എന്തൊക്കെയാണ് ആനുകൂല്യം കിട്ടുക എന്ന് മറ്റുള്ളവർ ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റണം. അവരെ കൊണ്ട് ഗ്രാമസഭയിൽ പങ്കെടുപ്പിക്കാൻ പറ്റണം. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഒരു പദ്ധതിയാക്കി മാറ്റാൻ നമുക്ക് പറ്റണം. അപ്പൊ അത് നമ്മളുടെ മുന്നിലുള്ള ഒരു സാധ്യതയാണ്. മത്സരിക്കലാണ്, സ്പോൺസർഷിപ്പ് കിട്ടലാണ്, അതോടൊപ്പം നമ്മുടെ പദ്ധതി വിഹിതം നമ്മൾ നേടിയെടുക്കാൻ നമുക്ക് പറ്റണം. അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ മീറ്റിംഗിൽ വരികയാണെങ്കിൽ മാത്രമേ നമ്മുടെ മീറ്റിംഗ് സാർത്ഥകമാവൂ. മറ്റേ നമുക്ക് മീറ്റിംഗ് കൂടി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ സ്വന്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല പദ്ധതി എന്തൊക്കെ കിട്ടും അത് മറ്റുള്ളവർക്ക് ബോധിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. അതാണ് താലൂക്കിന്റെ പ്രവർത്തനത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. പിന്നെ നമ്മളുടെ അടുത്ത വിഷയം എന്ന് പറയുന്നത് പറഞ്ഞു പിന്നെ ഈ നമ്മൾ ഫണ്ട് പിരിവിന്റെ കാര്യം പറയുമ്പോൾ പിന്നെ സ്പോൺസർഷിപ്പ് അതുപോലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പിരിക്കുക എന്ന് പറയുന്നില്ലേ, അപ്പൊ ഇപ്പൊ അതിനുള്ള സാധ്യത പിന്നെ വളരെ കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ ഞാൻ പിന്നെ നമ്മളെ അല്ല ഞാൻ പറഞ്ഞത് പിന്നെ ഇപ്പൊ നമ്മുടെ താലൂക്ക് വരുന്ന ഒരു കുറച്ച് ഏരിയയല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കുറച്ചു പേരെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു സ്വയം തൊഴിൽ കണ്ടെത്തിയിട്ട് സംരംഭം കണ്ടെത്തിയിട്ട് അതിനകത്തുനിന്ന് പൈസ ഉണ്ടാക്കാൻ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഈ സഹായം ചോദിച്ചിട്ട് അവര് ചോദിക്കുന്നതല്ലേ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് തന്നെ നമുക്ക് കുറച്ചൊക്കെ അങ്ങനെ ആവാം. പക്ഷെ അതല്ലാതെ എപ്പോഴും ഇങ്ങനെ ഈ ഞാൻ ആദ്യം പറഞ്ഞത് സ്പോൺസർഷിപ്പിൽ ചോദിച്ചു. രണ്ട്, അത്യാവശ്യം ചില്ലറ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പൈസ നമ്മുടെ ലിക്വിഡ് ക്യാഷ് വേണം. മൂന്ന്, ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് മേടിക്കാം. നാല്, കുടുംബശ്രീ മോഡലിൽ നമുക്ക് പ്രവർത്തനം തുടങ്ങാം അല്ലെ. കുടുംബശ്രീ മറ്റുള്ള ജില്ലകളിലെല്ലാം നല്ല രീതിയിൽ നടത്തുന്നുണ്ട്, തൊഴിൽ പരിശീലനം നടത്തുന്നുണ്ട്. ഇപ്പൊ നമ്മളിവിടെ കാസർഗോഡ് നടക്കുന്നുണ്ട്, വയനാട് നടക്കുന്നുണ്ട്. കുടുംബശ്രീന്റെ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കും അത് ചെയ്യാം. ഇവിടെ രണ്ട് മേഖലയിലും നമ്മൾ തോട്ടടയിലായാലും ഇവിടെയായാലും കുടുംബശ്രീ അല്ല എങ്കിലും നമ്മുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടായ്മ കൊണ്ട് ലാഭം ഇല്ലെങ്കിലും സമൂഹത്തില് അതിനെ കൊണ്ട് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇല്ലേ. കുറെ ആള് ജോലി കിട്ടി, കുറെ ആള് കല്യാണം കഴിഞ്ഞു, കുറെ ആൾക്ക് മറ്റ് ഗവൺമെന്റ് ജോലിയിലേക്ക് വരാൻ പോയി. അപ്പൊ അതും വേറൊരു മാതൃകയാണ്. കുടുംബശ്രീയിലെ നമുക്ക് കിട്ടുന്നത് പോലെ തന്നെ ഒരു മാതൃകയാണ്. നമ്മൾ കൂട്ടായി നിന്ന് നിൽക്കുമ്പോൾ ആരും നമ്മളെ വിളിച്ചാലും കൂട്ടാലും നമ്മൾ ഒരു 5-8 ആള് അതിനോട് ജീവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ആരും നമ്മളെ സഹായിക്കും. അല്ലെ, നമ്മളൊന്നും ഇല്ല കൈ നീട്ടുന്ന മാത്രമാണെങ്കിൽ 1 രൂപ 2 രൂപ തരും. അല്ലെ, നമ്മളൊരു കൂട്ടായ്മയാണെങ്കിൽ അവിടെ ചിലപ്പോൾ ലക്ഷങ്ങളാണ് വരിക. അതാണ് മറ്റൊരു മാർഗം. നടത്താലോ. ഒരു 5 പേര് മിനിമം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു കൂട്ടായ്മ നടത്താം. കാസർഗോഡ് അതെ, കുടുംബശ്രീയില് എല്ലാരും മീറ്റിങ്ങിന് 10 രൂപ വെച്ച് അങ്ങനെ അതാണ് പറയുന്നത്. അതിന് ചില ചിട്ടവട്ടങ്ങളും നിയമങ്ങളും ഉണ്ട്. അത് ബാങ്കിൽ അടക്കണം, അതിന്റെ പൈസ ലോണായിട്ട് എടുക്കാൻ പാടുള്ളൂ. അത് നമ്മള് കുറി വെച്ചിട്ട് നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ ലോണെല്ലാം അടച്ച് മാത്രമേ കിട്ടുള്ളൂ. അത് ബാങ്കിൽ നമുക്ക് ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഉണ്ടാവും. അതെന്തിനാണെന്ന് വെച്ചാൽ ഒരു കൂട്ടായ്മ ഇവര് ഏതിനും ഒരു കൂട്ടായ്മയിലൂടെ ഒരു നമ്മുടെ ISO സർട്ടിഫിക്കറ്റ് പോലെ നമ്മൾ ആ കൂട്ടായ്മയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ മാസം അല്ലെങ്കിൽ ആഴ്ചയിൽ കൂടെ ചെറിയ പൈസ വെക്കാൻ വേണ്ടി പറയുന്നത്. നേരെ വലിയ പൈസക്കാരനാ ഞാൻ ഒരു കൊല്ലം ഞാൻ വരുന്നില്ല 1 ലക്ഷം ഞാൻ തരാന്ന് പറഞ്ഞാൽ അത് അവർ അംഗീകരിക്കില്ല. നിങ്ങൾ ദിവസം കൂടണം, അല്ലെ ആഴ്ചക്ക് കൂടണം. അത് നമ്മളുടെ സ്വഭാവം രൂപീകരിക്കണം. കൂട്ടായ്മയുടെ അങ്ങോട്ടുള്ള പ്രയാസങ്ങൾ പരിഹരിക്കാനും
ചർച്ചയിലുണ്ടാകാനും ജനാധിപത്യ പ്രക്രിയ ഉണ്ടാക്കാനും ഒക്കെയാണ് ആ സംവിധാനം കൊണ്ടുവന്നത്. കുടുംബശ്രീയിലെ ഉദ്യോഗസ്ഥന്മാരായാല് അവർക്ക് ബെനിഫിറ്റ് എടുക്കാൻ പാടില്ല എന്ന് പറയാം. അവർക്ക് അതിന് വേണ്ടി നിൽക്കാം, പക്ഷേ ഈ ബെനിഫിറ്റ് ആയിരുന്നു ഉണ്ടാക്കാൻ കഴിയില്ല. ഇപ്പൊ കുടുംബശ്രീയുടെ എന്തെങ്കിലും ഒരു സബ്സിഡി ഉണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടൂല. ഒരു സംശയം, ഇപ്പൊ നമുക്കിപ്പോ പണ്ട് സമാഹരണമാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ ഒരു ജില്ലാ യൂണിറ്റ് പിന്നെ എന്തെങ്കിലും സാമ്പത്തിക സർവ്വം നടത്തുന്നതിന് സംസ്ഥാന കമ്മിറ്റി അനുവാദമാണ് അല്ലേ? അപ്പോ ഈ അതുപോലെ താലൂക്കിന് ജില്ലാ കമ്മിറ്റിയാണ്. അപ്പൊ താലൂക്കിന് തനതായ പ്രവർത്തകർ കണ്ട് കണ്ടെത്താൻ വേണ്ടി എത്ര വിദ്യാലയം ജില്ലാ കമ്മിറ്റിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിന്റെ അനുവാദം ഇല്ലാണ്ട് ഒരു പുതിയ നടത്താൻ പിന്നെ നമ്മളെ സംരംഭമുണ്ട്. നമ്മുടെ ഫെഡറേഷനിലെ ഒരു സംവിധാനം ഈ തോട്ടടയിലും മാങ്ങാട്ടും ഉള്ള പോലെ ഒരു സംവിധാനം അതിന് മുമ്പുണ്ടായിട്ടില്ല അല്ലെ? നമ്മുടെ ഭരണഘടനയിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പുതിയൊരു പന്താവ് വെട്ടിത്തെളിച്ചത്. ഒരു പിന്നെ തൊഴിൽ കേന്ദ്രം എന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ വേറെ നിങ്ങളുടെ ആശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാം. നമ്മുടെ ഭരണഘടനയിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ്. ഇത് പിന്നെ മീറ്റിംഗ് കൂടല്, അധ്യക്ഷൻ ഉണ്ടാവല്, തീരുമാനം നടക്കല്, പിന്നെ മിനിറ്റ്സ് അവതരിപ്പിക്കല്, അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞോണ്ട് വരുന്നതിന്റെ ബാക്കി എത്തിയില്ല. അപ്പൊ 3 മാസത്തെ പ്രവർത്തനം വിലയിരുത്തല് കമ്മിറ്റി ആണെങ്കിൽ പിന്നെ ഈ കമ്മിറ്റിക്ക് ഒരു പരിധിയുണ്ട്. എപ്പോഴാണ് കമ്മിറ്റി ഒരു 2 ജനറൽ ബോഡി വരെ കമ്മിറ്റിക്കും അധികാരമുള്ളൂ. പിന്നെ സർവാധികാരി ആരാണ്? ജനറൽ ബോഡിയാണ്. അപ്പൊ ആദ്യം പ്രസിഡന്റും സെക്രട്ടറിയും 1, 2 കമ്മിറ്റി 5 അംഗങ്ങളുള്ള കമ്മിറ്റി ഒരു 3 മാസം വരെ. അത് കഴിഞ്ഞ് 1 വർഷം വരെ ആരാണ്? ജനറൽ ബോഡിയോ. ജനറൽ ബോഡിയിലാണ് ഈ കാര്യങ്ങളെല്ലാം വിസ്തരം ചർച്ച ചെയ്യുകയും അത് അംഗീകരിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ബിസിനസ് പൂർത്തിയാകൂ. 3 മാസം കൂടുമ്പോൾ എന്ത് ചെയ്യണം? അല്ല 3 വർഷം കഴിഞ്ഞാൽ പുതിയ ഇലക്ഷനിലേക്ക് വരണം. നിങ്ങൾ ഇലക്ഷനിലൂടെ ഭാരവാഹികളായിട്ട് വന്നവരാണ്. ഇനി ജില്ലയും ഇതേപോലെ തന്നെ സമാനമായ പ്രവർത്തനം തന്നെയാണ് ഉണ്ടാവുക അല്ലെ? ഏത് സംഘടനയുടെയും പ്രവർത്തനത്തിൽ ഈ 3 ഘടകങ്ങളുണ്ട്. ജില്ല ആദ്യം പ്രസിഡന്റ്, സെക്രട്ടറി, പിന്നെ ജില്ലാ പിന്നെ നിർവാഹക സമിതി, പിന്നെ ജനറൽ ബോഡി. അതേപോലെ തന്നെയാണ് സംസ്ഥാനം. അപ്പൊ ഈ 3 ഘടകങ്ങളും പരസ്പരം എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ഒരു പാരലായിട്ട് മൂവാണോ? ആണോ? അല്ല, പാരലായിട്ട് പോകുന്നതല്ല. നമ്മുടെ ഭരണഘടന പ്രകാരം നമ്മളിൽ നിക്ഷിപ്തമായ കാര്യങ്ങൾ ഇപ്പം അതിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതിലുള്ള ഒന്ന് കേന്ദ്രത്തില് സംസ്ഥാനത്തില് നമുക്ക് പിന്നെ നോമിനി ഉണ്ടാവും. ജില്ലയിലെ താലൂക്കിലും നിങ്ങളുടെ പ്രവർത്തനത്തിലും ഏതിനും എന്ത് വേണം? കമ്മിറ്റിയുടെ ഒരു മേൽനോട്ടം ഉണ്ടാവണം. ഏത് പ്രവർത്തനത്തിലും അത് നിയന്ത്രിക്കാനല്ല, അല്ലെങ്കിൽ അത് അധികാരം ഉറപ്പിക്കാനല്ല, അത് നമ്മളെ ഭരണഘടനയായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളെ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ഫെഡറേഷൻ 10-20-22 ഉദ്ദേശങ്ങളുണ്ട് സംഘടന രൂപീകരിക്കാൻ വേണ്ടിയിട്ട്. ഏത് സംഘടനയിൽ രൂപീകരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അന്നത്തെ ആവശ്യങ്ങളാണ് ഉദ്ദേശമായിട്ട് വരിക. അത് മറികടക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനമാണ്. വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്ക് ചികിത്സ കൊടുക്കുക, അവർക്ക് ആരോഗ്യം കൊടുക്കുക, കാഴ്ചയില്ലായ്മ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണം നടത്തുക, ചെറിയ കുട്ടികളെ ചെറുപ്പത്തിലെ കണ്ട് അവരുടെ കാഴ്ചയില്ലായ്മ പരിഹരിക്കാൻ നോക്കുക, ടെക്നോളജിയിൽ കാഴ്ചയില്ലാത്തവരെ എന്ത് ചെയ്യണം? പിന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെ അവരുടെ ബോധവൽക്കരിച്ചുകൊണ്ട്, അല്ലെ അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് മാറ്റം വരുത്തുക. അങ്ങനെ നമ്മുടെ മുന്നിലുള്ള ഒരു പ്രയാസം, ഏത് പ്രയാസവും ഇല്ലാതിരിക്കുന്ന തരത്തിലുള്ള ഉദ്ദേശങ്ങളാണ് നമ്മളുള്ളത്. ഒരു വ്യക്തി ജനിച്ചത് മുതൽ മരിച്ചാലും ഉണ്ടാവുന്നവരെയുള്ള എല്ലാ ആവശ്യങ്ങളും പരിഹരിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എല്ലാം പൂർത്തിയാവുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. എന്തുകൊണ്ടാണ്? ഇപ്പൊ ആദ്യകാലത്ത് നമ്മള് ചെസ് ടൂർണമെന്റ് ഒക്കെ നടത്തി. പിന്നെ കുറച്ച് ചെസ് ഇല്ല, പിന്നെ അത് വേറെ ആൾ കൊണ്ടുപോയി, അല്ലെങ്കിൽ അവര് വേറെ മേഖലയിൽ വന്നു. ചില ആള് പിന്നെ ആദ്യം ഒരു ലേബർ
എംപ്ലോയീസ് ഫോറം ഉണ്ടായിരുന്നു. എംപ്ലോയീസ് ഫോറം അല്ല, വർക്കേഴ്സ് ഫോറം ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് ഫസ്റ്റിൽ ഉണ്ടായ ഒരു ഫോറാണ്. എന്നിട്ടാണ് അതിലും ആരും പ്രവർത്തിക്കാത്തതുകൊണ്ട് അത് ഒഴിവായി. ഇപ്പം വീണ്ടും എംപ്ലോയീസ് ഫോറം കുറച്ചുകൂടി സജീവമായിരുന്നു അല്ലേ? ഹലോ, നമസ്കാരം. നമ്മളത് 4 മണി വരെ. ഇങ്ങോട്ട് വരും. വായിച്ചു. അപ്പോ നമുക്ക് ഒരു ഭരണഘടനയിലെ ഉദ്ദേശം പറഞ്ഞു അല്ലെ? ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അത് പരിഹരിക്കാൻ പറ്റുന്ന നിയമങ്ങളാണ്. നമ്മളുടെ നിയമങ്ങൾ എന്താണ്? ഭരണഘടനയിൽ ഉള്ള ഉദ്ദേശങ്ങൾ പ്രാവർത്തിക്കാൻ നേരത്തെ വിജയം പറഞ്ഞു അല്ലെ? നമുക്ക് എന്തെങ്കിലും ഇതില് തനതായിട്ട് താലൂക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചില്ലേ? ഈ ഉദ്ദേശങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക്, ഞാൻ ഈ ഉദ്ദേശം വായിച്ചിട്ടാണ് ഞാൻ നമ്മുടെ 2 വർക്ക് സെന്ററും ഇവിടെ രൂപപ്പെടുത്തുന്നത്. തൊഴിലിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഉദ്ദേശത്തിലുണ്ട് കാര്യങ്ങൾ. അതിലില്ലാത്തൊന്നുമില്ല നിങ്ങൾക്ക്. അതുകൊണ്ടാണ് പറയുന്നത്, അത് ഉദ്ദേശം വായിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ മേഖലയിൽ എന്ത് മെച്ചപ്പെടുത്താൻ പറ്റുന്ന ഇടപെടലും നമുക്ക് നടത്തുന്നത് കൊണ്ട് എന്താണ്, നിങ്ങൾക്ക് നടത്തുന്നതിന് യാതൊരു തടസ്സമില്ല. മേൽ കമ്മിറ്റിയും അതറിയും. അതിന്റെ മേൽ കമ്മിറ്റി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ചെയ്യാൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ വേറെ ഒന്നുമില്ല. പക്ഷെ ഏത് ചെയ്യുമ്പോഴും ഞാൻ ഒരു കുറി നടത്തിയില്ല. വിജയനെല്ലാം ഓർമ്മ ഉണ്ടാവുമായിരുന്നു അല്ലേ? ഓർമ്മയുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാല് നമ്മള് ഒരു കുറി നടത്തി, അത് അന്ന് അതിന് ഒരു ആൾക്ക് ചുമതല കൊടുത്തു. ആ ചുമതല കൊടുത്ത് അയാൾ ഭംഗിയായി നിർവഹിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ വിട്ടാടുന്നു. ചുമതല കൊടുത്താണ് അത് നേരാവണ്ണം ആവാതിരിക്കുമ്പോൾ സമൂഹത്തിനുള്ളിൽ നമ്മളായിരിക്കും ജയിലിലായാലും അല്ലെങ്കിൽ മറ്റുള്ളതിൽ പോവുക. അപ്പൊ അങ്ങനെയുള്ള പ്രയാസം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ബാലൻസ് ഉണ്ടാവും. സെക്രട്ടറി ആയാലും പ്രസിഡന്റ് ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയായി നടക്കുന്നുണ്ടോ? കമ്മിറ്റിന്റെ ഒരു മേൽനോട്ടം ഉണ്ടാവും. സെക്രട്ടറിയും പ്രസിഡന്റും മാത്രമല്ല, കമ്മിറ്റി അതിന്റെ മേൽനോട്ടം. ആ കമ്മിറ്റിനെ ആരെ നിയന്ത്രിക്കണം? ജനറൽ ബോഡി നിയന്ത്രിക്കണം. അതൊക്കെ അതിനെ ചോദ്യം ചെയ്യാനും തിരുത്താനും നമുക്ക് കഴിവുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ സംഘടനയായിട്ട് നിൽക്കുള്ളൂ. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിലും നമുക്കറിയാം അല്ലെ? രാഷ്ട്രീയ പാർട്ടികൾ ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് അല്ലെ? CPM ആയാലും കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും. അതുകൊണ്ടാണ് അവര് നടത്തുന്നത്. അവര് എല്ലാവരും രാഷ്ട്രീയ പാർട്ടികളൊന്നും എല്ലാ കമ്മിറ്റിയിലുള്ള നേതാക്കളും. പക്ഷേ ഒരാശയം അവര് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലായാലും, അവര് വിചാരിച്ച ആള് അവരെ ബാങ്കിലായാലും, അവര് വിചാരിച്ച ആള് മറ്റ് വേറെ ഏത് സൊസൈറ്റിയിലായാലും ഭരണസമിതിയിൽ വരും. അവരെ ആശയങ്ങൾ അവര് നടപ്പിലാക്കുകയും ചെയ്യും. പക്ഷെ നമുക്കത് പറ്റുന്നില്ല. അതുകൊണ്ടാണ് പറ്റാത്തത്. നമ്മുടെ സംഘടനാ ബോധം, സംഘടനാ വിദ്യാഭ്യാസം താഴെത്തട്ടില് എത്തിക്കാത്തതുകൊണ്ടാണ്. ഓരോ വഴിക്ക് പോകുന്നുണ്ട് അല്ലെ? ഓരോ വഴിക്ക് പോവാതിരിക്കണമെങ്കിൽ അതുകൊണ്ട് നമ്മുടെ സംഘടനയുടെ വിദ്യാഭ്യാസം നമ്മളെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റണം. അത് നമ്മളെ ഏത് മീറ്റിംഗിലായാലും ഒന്ന് ചരിത്രം പ്രധാനമാണ്. ചരിത്രം പറഞ്ഞതോടൊപ്പം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ദീർഘകാല ലക്ഷ്യങ്ങളുണ്ട്, ഹ്രസ്വകാല ലക്ഷ്യങ്ങളുണ്ട്. എല്ലാം പണ്ട് വിപ്ലവം കഴിഞ്ഞിട്ട് അവയെല്ലാം ഭക്ഷണം തരാൻ വന്നിട്ട് പിന്നെ ഭക്ഷണത്തിന് വേണ്ടി വിശക്കുന്ന ആളെ കാത്തിക്കാൻ പറ്റില്ല. ഇനാവശ്യപ്പെടുന്ന ആദ്യം ചെയ്യേണ്ടി വരും. അപ്പൊ അതും നമ്മളെ മുന്നിൽ ഒരു പ്രധാന ഘടകമാണ്. എല്ലാം ലാസ്റ്റില് മാത്രം പോരാ, ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതും ചെയ്യണം. കുറെ കഴിഞ്ഞിട്ട് ദീർഘകാല ലക്ഷ്യമുണ്ട്, അതും ചെയ്യണം. സംഘടനാ ശേഷി വർദ്ധിപ്പിക്കണം. നമ്മള് ഒന്ന് മേലെ നിന്ന് താഴോളം ഒരു ഹെലൻ കെല്ലർ ദിനം എല്ലാ താലൂക്കിലും കഴിഞ്ഞ വർഷം നമ്മള് അല്ലേ? കഴിഞ്ഞ വർഷം 5 താലൂക്കിലും ഒറ്റ ദിവസം പരിപാടിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് സ്കൂളിലായാലും കോളേജിലായാലും ഉണ്ടാവാമെങ്കിലും, പക്ഷെ അത് നല്ലൊരു വിജയമായിരുന്നു. അതേപോലെ കേരളത്തിലെ 56 താലൂക്കിൽ ഒരേ സമയം നടത്താൻ പറ്റുന്ന നമ്മുടെ സംഘടനാ ശക്തി വളരെ മികച്ചതായിരുന്നു.
അപ്പൊ അത് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ആ രീതിയിലുള്ള സംഘടനാ വിദ്യാഭ്യാസവും ഇൻഫ്രാസ്ട്രക്ചറിലുണ്ടാവണം. അല്ലെങ്കിൽ സെക്രട്ടറി ജില്ലയുണ്ട്, താലൂക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ ചലിപ്പിക്കാൻ താഴെയുള്ളവരെ മേലെയും മേലുള്ളവരെ താഴെ വേണം. ഇപ്പൊ ജില്ല ഒന്നും അറിയുന്നില്ല, താലൂക്കിന് മേലോട്ട് ഇടപെടാൻ പറ്റണം. എന്താണ് 3 മാസമായാലും പിന്നെ മീറ്റിംഗ് കൂടാത്തത്, അല്ലെ എന്താണ് നിങ്ങൾ അടുത്ത മീറ്റിംഗ് കൂടിയ മീറ്റിംഗ് എന്താ നടപ്പിലാക്കാത്തത് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ താലൂക്ക് നടത്തുന്നില്ലെങ്കിൽ ജില്ലക്ക് ചോദിക്കാം. പരസ്പരം താലൂക്ക് പിന്നെ ചോദിക്കുന്നുണ്ടെങ്കിൽ അല്ല അവരൊന്നും ചെയ്യുന്നില്ല ജില്ല അവരുടെ ജനറൽ ബോഡിയിലെ അംഗങ്ങൾക്ക് ചോദിക്കണം. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇന്ററാക്ഷൻ ഉണ്ടെങ്കിലാണ് ഒരു ചലിക്കുന്ന ഒരു സംഘടനയായിട്ട് മാറുക. അല്ലെങ്കിൽ എന്താണ് ഇത് നമ്മുടെ ഒരു മീറ്റിംഗ് കൂടി പിന്നെ നമ്മുടെ സെക്രട്ടറി പ്രസിഡന്റുമായി അതുവരെ തിരക്കുണ്ട്, അതിനൊരു തിരക്കുണ്ടാവില്ല. പിന്നെ ഒരു പരിപാടി നടത്തണ്ട, അത് വേണ്ട ഇത് വേണ്ട മറ്റേത് വേണ്ട കുറച്ച് എവിടെയൊക്കെ തിരക്കുണ്ട്. അങ്ങനെയല്ല, നമ്മള് ഒരു കാര്യത്തിൽ ഏറ്റെടുത്താൽ നമ്മുടെ സമയം ഇപ്പം നമ്മുടെ മുന്നിൽ ഒരുപാട് സംഘടനകളുണ്ട്. ലയൺസ് ക്ലബ്ബ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ലയൺസ് ക്ലബ്ബ് നിങ്ങളിൽ ഒരു കോമേശക്കാരാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, അവരുടെ കീശയിൽ നിന്ന് ഒരുപാട് പൈസ മാസം വെക്കുന്നുണ്ട്. ഒരു 60% അവരുടെ സുഖത്തിലും 40% ചാരിറ്റിക്ക് വേണ്ടി വെക്കുന്നുണ്ട്. റോട്ടറി പോലെ ക്ലബ്ബ്, ഈ എല്ലാ ക്ലബ്ബും അങ്ങനെയാണ് ചെയ്യുന്നത്. അതേപോലെ പിന്നെ CPM-ന്റെ ആണെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വീണ്ടും അറിയില്ല, CPM ആണെങ്കിൽ അവരുടെ വരുമാനത്തിന്റെ ഒരു വലിയ ഭാഗം പിന്നെ ഒരു നിശ്ചിത ശതമാനം ലെവിയായി കൊടുക്കണം പാർട്ടി. ആ പൈസയാണ് പാർട്ടി ലെവി കൊടുക്കുന്നത്. അത് പിന്നെ അത് ആ സംഘടന സെറ്റപ്പാണ്. പിന്നെ മുസ്ലിം മതത്തില് അല്ലെ പിന്നെ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ചില അലിഖിത നിയമങ്ങൾ പോലെ സർക്കാർ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അല്ലെ? ഇപ്പൊ നമ്മുടെ സംഘടനയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നമ്മുടെ സംഘടനയിലുണ്ട്. നമ്മുടെ സംഘടനയിൽ എന്താണ്? നിങ്ങളുടെ സമയമാണ് നിങ്ങൾ ധാരാളം. നിങ്ങളെ സമയം എന്താണ്? സമയം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്കും കുട്ടിക്കും അല്ലെ ഭർത്താവിനും വേണ്ടി വെക്കേണ്ട സമയം അല്ലെ പഠിപ്പിക്കേണ്ട സമയത്തിൽ ഒരു ഭാഗം നമുക്ക് സംഘടനക്ക് തരണം. ആ സംഘടനയിലൂടെ ആ സമയമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ആ സമയം നിങ്ങൾ ചെലവാക്കാൻ പറ്റാത്തവരാണെങ്കിൽ സംഘടനാ മേഖലയിൽ വന്നിട്ട് കാര്യമില്ല. അപ്പോ സമയം പിന്നെ മറ്റുള്ള സംഘടനയിൽ അവരുടെ സ്വന്തം പൈസ ചോദിക്കുന്നത് ചിലവരിൽ പിന്നെ വരുമാനത്തിന് ഒരു പരിധി കൊടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സമയം സംഘടനക്ക് മാറ്റിവെക്കാൻ പറ്റുന്നവര് സംഘടനാ രംഗത്ത് വരണം. അല്ലാത്തവര് സംഘടനാ രംഗത്ത് വന്നാൽ മറ്റുള്ളവർക്ക് പിന്നെ പോലെ നമ്മുടെ സംഘടന ശക്തിയാവില്ല. അപ്പൊ സമയം ഒരു പ്രധാനം. ആ സമയം നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം? ചെറിയ സമയം മതി. എല്ലാവർക്കും ഒരുപാട് എല്ലാവരും പല രീതിയിലായിരിക്കും ആ സമയം ഉപയോഗിക്കുക. ചില ആള് ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങൾ ഫണ്ടറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ചില ആള് കുറച്ചാളെ കൂട്ടി നടത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ചില ആള് ചില പദ്ധതികൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് പിന്നെ പദ്ധതിയെ പറ്റിയിട്ട് അംഗങ്ങൾ മുന്നോട്ട് നോക്കാം. നമ്മൾ 5 പേരില് പലപ്പോഴും ഞാൻ പറയുന്നത് 5 പേരിൽ 5 സ്വഭാവമാണെങ്കിൽ ഈ 5 സ്വഭാവമുള്ളവരായിരിക്കും സംഘടനയിലുള്ള അംഗങ്ങൾ അല്ലെ? പിന്നെ എല്ലാവരും ഒരുപോലെ ആയിരിക്കും, ഒരുപോലെ കഴിവുള്ള ആളായിരിക്കുക. എല്ലാം പ്രസംഗിക്കുന്ന ആള് മാത്രമാണ് കമ്മിറ്റിയിലെങ്കിൽ ആ പ്രസംഗം ആടെ ഉണ്ടാവുക അല്ല. ചില ആള് പിന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും, വർക്ക് ചെയ്യാൻ പറ്റുന്നവർ പിന്നെ സാഹചര്യം ഉണ്ടാവുന്നില്ല. അപ്പൊ ഇതെല്ലാം കൂടി ചർച്ച ചെയ്തിട്ട് വരുമ്പോഴാണ് ഒരു ഗുണം പറഞ്ഞ ഒരു സംവിധാനമായിട്ട് മാറുക. അപ്പൊ അത് നമ്മള് തയ്യാറാവേണ്ടതാണ്. അപ്പൊ നമ്മളുടെ പിന്നെ മെമ്പർഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ധാരണയുണ്ടോ? എത്ര തരം മെമ്പർഷിപ്പ് ഉണ്ട്? 2 തരം. നിങ്ങളോട് ചോദിക്കുന്നത് എത്ര നമുക്ക് മെമ്പർഷിപ്പ് കിട്ടുമോ? ഒന്ന് സാധാരണ മെമ്പറാണ്, നമ്മൾ 75 രൂപ കൊടുത്തിട്ട് മെമ്പർ ആവുന്നത് അല്ലെ? 3 വർഷം കഴിഞ്ഞാൽ 18 വയസ്സായാലും നമ്മൾ സാധാരണ മെമ്പർ ആവുക. 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ജൂനിയർ മെമ്പർ ആയിട്ട് വരും. അവര് ആദ്യം ഒരു പൈസ തന്നാൽ കൊല്ലം പൈസ അടക്കണ്ട, ഒരു ഫോട്ടോ ആവശ്യമില്ല. 3ാമത്തെ മെമ്പർ എന്താണ്? ലൈഫ് ടൈം മെമ്പർ. അതാണ് ഇപ്പോഴത്തെ പൈസ എത്രയാണ്? 750.
അപ്പൊ 750 രൂപ കൊടുത്താൽ അത് പിന്നെ ലൈഫ് ടൈം മെമ്പറായി മാറി. പിന്നെ വേറെ മെമ്പർമാരുണ്ടോ? എന്താണ് ഏത്? അപ്പോ അസോസിയേറ്റ് മെമ്പർ എന്ന് പറയും. അസോസിയേറ്റ് മെമ്പർ എന്ന പ്രത്യേകിച്ച് 3 വർഷം കഴിഞ്ഞിട്ട് ലൈസൻസ് നടക്കാൻ പറ്റാത്തവരാ അസോസിയേറ്റ് മെമ്പർ. അവർക്ക് വോട്ടവകാശം ഉണ്ടാവില്ല. കേൾക്കുന്നില്ല. ആരാ ഇങ്ങോട്ട് പറയുന്നതാണോ? അപ്പൊ അസോസിയേറ്റ് മെമ്പറാണ് പിന്നത്തത്. പിന്നെ ഉപദേശക മെമ്പർമാരുണ്ട്. എന്താണ് ഉപദേശക മെമ്പർമാര്? സമൂഹത്തില് പിന്നെ സ്വാധീനമുള്ളവര്, ഇപ്പം ഇപ്പോൾ പിന്നെ വലിയ വലിയ സ്വാധീനം ചെലുത്താൻ പറ്റുന്നവരെ നമ്മൾക്ക് ഉപദേശക മെമ്പറായിട്ട് ചേർക്കാൻ പറ്റും. അങ്ങനെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ മേഖലയിൽ നമ്മളെ സഹായിക്കാൻ പറ്റുന്നവരെ വേണമെങ്കിൽ ഉപദേശക മെമ്പറായിട്ട് പിന്നെ നിർദ്ദേശിക്കാനും അത് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചാൽ ഏതും കാണാത്തവര് മെമ്പർഷിപ്പും സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കണം. അതേപോലെ അങ്ങനെയുള്ളവരാ വേണമെങ്കിൽ നമുക്ക് ഉപദേശക മെമ്പറായിട്ട് മാറ്റാൻ പറ്റും. പിന്നെ കളേജ് ആവുന്നില്ല. പക്ഷെ അവർക്കൊന്നും വോട്ടവകാശത്തിലോ ഇലക്ഷനിൽ നിൽക്കാനോ പറ്റൂല. ഇല്ല, വോട്ടവകാശം കളേജ് ആവുന്നില്ല. അങ്ങനെയുള്ള നാട്ടിലെ കുറച്ചാള് സെലക്ട് ചെയ്താല് നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാവരും പിരിവിനൊന്നും പോണ്ട. നമ്മൾ പോയാൽ 500 രൂപ കിട്ടുന്നെടുക്കാം. അവര് പറഞ്ഞാൽ അതിന്റെ ആവശ്യം നമ്മൾ അവർക്ക് മാറ്റി തരാൻ പറ്റും. താലൂക്ക് അടിസ്ഥാനത്തിൽ ചെയ്യാം, ജില്ലയിലെ അടിസ്ഥാനത്തിൽ ചെയ്യാം. എന്തായാലും അങ്ങനെയുള്ളവരുടെ പേര് സെലക്ട് ചെയ്തിട്ട് ജില്ല വഴി സംസ്ഥാന തലത്തിൽ ആക്കി അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാം. പിന്നെ ഒന്നുള്ളത് ഈ മേഖലയിൽ കഴിവ് തെളിയിച്ചവരുണ്ടാവും. കഴിവ് തെളിയിക്കുക പറഞ്ഞാല് അതിന് എന്തായാലും എന്തും ചെയ്തോ. പക്ഷെ ആദ്യത്തെ കാലത്ത് കുറച്ചാളുണ്ട് എന്നല്ലാണ്ട് പിന്നെ അതിന്റെ ഇപ്പത്തെ നിലവിലില്ലാതെ നമുക്കത് പുനരുജ്ജീവിക്കണം. നമ്മളെ ഏത് ഒരു സംവിധാനം നമ്മൾ തുടങ്ങുമ്പോൾ ഇപ്പം നമ്മളെ പറയുമ്പോൾ ശേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട് നിങ്ങൾ? അറിയാം? ആരാണ് കേട്ടത്? ഇലക്ഷൻ കമ്മീഷൻ അല്ലെ? ആ ശേഷത്തിലുള്ള പ്രത്യേകത അതുവരെ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിട്ടുണ്ട് നാട്ടില്. പക്ഷെ അയാൾ വന്നതിന് ശേഷം ഈ നിയമത്തിലും അവരെ എന്താണ് ഉള്ളത് അത് അതുപോലെ പ്രാവർത്തികമാക്കാൻ പറ്റിയ ആളാണ്. അതുവരെ ഇല്ലാത്ത ഒരു ഉണർവ് ഇലക്ഷനിൽ ഉണ്ടാക്കിയ ആളാണ്. അതേപോലെ നമ്മുടെ സംഘടനയുടെ ഭരണഘടനയിൽ നിങ്ങൾക്ക് നോക്കാം, വായിച്ചാലേ നമുക്ക് ഏതെല്ലാം രീതിയിൽ ഇതിനെ മാറ്റിമറിക്കാം എന്ന രീതിയിൽ നിങ്ങൾക്കും അതിൽ ഇടപെടാൻ പറ്റും. അത് അല്ല, പിന്നെ ലൈഫ് മെമ്പർ എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ ഓരോ കൊല്ലം പൈസ അടക്കണം. ലയൺസ് ക്ലബിൽ അവര് മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട്. ഇഷ്ടംപോലെ അവര് വലിയ പൈസ കൊടുത്തിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ അവര് അല്ല, ചിലവര് താല്പര്യമുള്ളവരുണ്ടാവൂലേ? ഇപ്പൊ ലയൺസ് ക്ലബില് നമ്മളെ എന്താണ് പിന്നെ നമുക്ക് മെമ്പർഷിപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് മറ്റേ ആളുകൾ നമ്മളെ സഹായിക്കാത്തത് അല്ലെ? നമ്മൾ 4 ആള് ബ്ലൈൻഡായതിന് മാത്രം പോകുന്നതുകൊണ്ടാണ് നമുക്കൊന്നും നേടാൻ പറ്റാത്തത്. നേരിട്ട് അവരെ നമ്മളെ മെമ്പർ ആക്കുകയും നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും അവരെ കൂട്ടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു സാധ്യതയാണ്. അങ്ങനെ വേണ്ടു. മറ്റേ വെറുതെ റെസീറ്റ് മുറിച്ചു കൊടുക്കലല്ല. പിന്നെ പയ്യന്നൂരില് രമേശനില്ലേ, അങ്ങനെയുള്ള ആളെ കണ്ടെത്തിയാല് നമ്മുടെ പ്രവർത്തനങ്ങളും മീറ്റിംഗിലെല്ലാം പിടിക്കുക. അങ്ങനെയാണെങ്കിൽ അവർക്കും തോന്നും നമ്മളുടെ ആളാണിത്, നമ്മുടേതും കൂടി ആണിത് എന്ന് പറഞ്ഞാൽ മാറ്റമുണ്ടാവും. അല്ലേ? അല്ലല്ല, അവർക്ക് മെമ്പർഷിപ്പില് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭരണഘടന ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ഭരണഘടന മനസ്സിലാക്കിയിട്ട് നമ്മുടെ അതിന്റെ ഉള്ളിൽ ഇരുന്ന ഏത് കാര്യം നമുക്ക് ചെയ്യാം. പക്ഷെ അവരുടെ ആവശ്യത്തിന് ഇതിനെ മാറ്റാനൊന്നും പറ്റില്ല. വോട്ടവകാശമൊന്നും ഇല്ലല്ലോ. അവകാശം അറിയാവുന്ന ഇതിനൊരു സംശയം.
നമുക്കിപ്പോൾ സഹായം ചെയ്യാൻ സന്നദ്ധനാണ്. പക്ഷേ നമ്മുടെ സംഘടന അവർക്ക് അടിയറവ് വെക്കുന്ന രീതിയിലേക്ക് പോകരുത്. കാരണം മതസംഘടന ഒരുപാടുണ്ട് ഇല്ലേ? ഹിന്ദു ഐക്യവേദി ഉണ്ട്, RSSന്റെ ഉണ്ട്, അതുപോലെ തന്നെ മുസ്ലിം സംഘടനകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവരുടെ പുറകെ നമ്മൾ പോയിട്ട് അവരുടെ സംഭാവന വാങ്ങിച്ചാലും അവർ പറയുന്നത് പോലെ നമ്മളെ മാറേണ്ടി വരുമോ എന്ന് ശ്രമിച്ചു. അല്ല, അതില് വിഷയം എന്താ പറഞ്ഞാല് നമുക്ക് പിന്നെ ചാരിറ്റി ഒരു പ്രധാന ഘടകമാണ്. ചാരിറ്റി മാത്രമല്ല നമ്മുടെ പ്രവർത്തനം എന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? നമ്മുടെ അതിട്ട് ഭരണഘടനയിലുണ്ട്. ആ ഭരണഘടന അനുസരിച്ചിട്ട് നമ്മളിപ്പോ എന്താണ് നമ്മുടെ സംഘടന അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും അല്ലല്ല, അത് അവർക്ക് നമ്മുടെ ഭരണഘടനയിൽ വോട്ട് ചെയ്യാനോ പറ്റൂല. കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്നവർ മാത്രമേ നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റൂ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്നവരെ ഉൾപ്പെടുത്താൻ പറ്റൂ. അതെ, അതിലാണ് നമ്മളുടെ മീറ്റിംഗില് എവിടെയായാലും ഇപ്പൊ CPM-ന്റെ ആളെ വിളിക്കും, ലീഗിന്റെ ആളെ വിളിക്കും, കോൺഗ്രസിന്റെ ആളെ വിളിക്കും, എല്ലാരും വിളിക്കുന്നില്ലേ? എല്ലാരും വിളിക്കും. അപ്പൊ നമ്മളുടെ സംഘടനക്ക് എന്തില്ല? രാഷ്ട്രീയ ഇല്ല, മാത്രമില്ല. ഇങ്ങോട്ട് ആരുടെ നമുക്ക് പേടിക്കാം. പക്ഷേ ഒരാളെ മാത്രം വിളിക്കുമ്പോഴാണ് സമൂഹത്തിന് എന്താ വിചാരിക്കുക, ഇവര് ആളാണ് അല്ലെ? നമ്മുടെ സംഘടനക്കും മറ്റുള്ള DAWF വലിയ സംഘടനയാണ് അല്ലെ? അവര് ഒരു ആനേനെ പോലെയാണ് അവർ. പക്ഷെ അവരുടെ കഴിവിനെ പറ്റി അവർക്ക് തിരിച്ചറിവില്ല. അവരെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് അവർക്ക് മാറാൻ പറ്റിയില്ല. നമ്മുടെ സംഘടനക്ക് അധികവും ആ ലൈനിലേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ സംഘടന എല്ലാം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസ്ഡ് ആയി മാറിയിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റിയെടുക്കാൻ പറ്റും. പടങ്ങളെ ഇതിനാ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിട്ട് മാറ്റി എടുക്കാൻ പറ്റണം. എങ്ങനെയാ പ്രവർത്തിക്കുന്ന സംഘടന? ഇപ്പൊ നമ്മുടെ ഇപ്പൊ 6 തരം മെമ്പർഷിപ്പ് പറഞ്ഞു അല്ലെ? ഇനി 7ാമതൊരു മെമ്പർഷിപ്പിൽ കൂടി നമുക്ക് ആലോചിക്കാൻ പറ്റണം. പറ്റുമോ? താലൂക്കിൽ വന്നവർക്ക് മാത്രം ജില്ലയിൽ വരുമോ? ജില്ലയിൽ വന്നവർ മാത്രം സംസ്ഥാനത്ത് വരുമോ? അങ്ങനെ പറ്റുമോ? പറ്റണം. പറ്റിയാൽ എന്താ ഗുണം? പറ്റിയാൽ എന്താ ഗുണം? ഇപ്പൊ നമ്മുടെ കടലാസിൽ 6000-7000 ആളുണ്ട്. അയാള് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ ഒന്നും നമുക്ക് അറിയുന്നില്ല അല്ലെ? നമ്മുടെ സംഘടനകൾ പ്രവർത്തിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ആശയങ്ങൾ നടപ്പിലാവുള്ളൂ. ഇത് നമ്മുടെ സംഘടനക്ക് ഇപ്പം സംസ്ഥാന മീറ്റിങ്ങിന് മാത്രം ആള് വരിക, വോട്ട് ചെയ്യാൻ പോവുക. ഇത് കവിഞ്ഞ താലൂക്കിന്റെ മീറ്റിങ്ങിന് വിളിച്ച ആള് വരുന്നില്ല. മുന്തി കൊണ്ടുപോയി പറഞ്ഞാലും ആള് വരുന്നില്ല. അപ്പൊ അത് മാറ്റിയെടുക്കണം. താലൂക്കിൽ വന്നവര് ജില്ലയിൽ വരണം. ആരും നമ്മള് മാറ്റുന്നുണ്ട്. അങ്ങനെ ഒരു നിബന്ധന വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചലിക്കുന്ന സംഘടനയായിട്ട് മാറും. ഇത് നമ്മുടെ ഭരണഘടനയിൽ ഇല്ലാത്തതാണ്. ഇപ്പൊ നമ്മള് മുരളി ഭാഷയിൽ നിങ്ങൾക്ക് പറഞ്ഞ നിങ്ങളുടെ വിഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റണം. അതെ, അതും പറഞ്ഞെ. ഇത് എളുപ്പം നമുക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞാല് സംഘടന പെട്ടെന്ന് സംഘടന വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്ക് പറ്റാണ്ടിരിക്കുമ്പോഴാണ് ഒരു പാരിതോഷികം അത് ഭാവിയിൽ ആദ്യം നമ്മുടെ സംഘടനയില് കുറുക്കു വഴിയാണ് പാരിതോഷികം കൊടുത്തത്. അപ്പൊ അത് നമുക്ക് മാറ്റിയെടുക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ സംഘടനാ ശേഷി, സംഘടനാ ശക്തി നമുക്ക് ഉണ്ടാകുന്നതാണ് പറയാനുള്ളത്. അപ്പൊ പിന്നെ അപ്പൊ ഇത് നമ്മുടെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യമാണ്. ഈ സംഘടന അടുത്തൊക്കെയുള്ള സംഘടനയായി മാറ്റിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. പിന്നെ നമ്മുടെ പിന്നെയുള്ളത് വെച്ചാല് നമ്മുടെ സംഘടനയിലെ ഒരു ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാല് നമ്മുടെ ജില്ലാ കമ്മിറ്റി ഉള്ളവര്
ജില്ലാ കമ്മിറ്റിയുള്ളവര് ജില്ലയിൽ പിന്നെ പ്രസിഡന്റ് ആയാല് അവർക്ക് വേറൊരു താലൂക്ക് പ്രസിഡന്റ് ആവാൻ പറ്റൂല. ഇല്ല. അല്ലെങ്കിൽ പിന്നെ സംസ്ഥാനത്തെ പ്രസിഡന്റ് ആവാൻ പറ്റുമോ? ഇല്ല. ഒരു പോസ്റ്റ് ഒരാൾ. എന്താണ് കാരണം? അത് നല്ലതാണോ മോശമാണോ? CPM-ലാണെങ്കിൽ പിന്നെ ഒരുപാട് പോസ്റ്റ് ഒരാൾ കേട്ടിട്ടുണ്ടാവും. നല്ലതാണ്. ഏത്? ഒരു പോസ്റ്റ്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? ബാക്കിയുള്ളവർക്കും അവസരം കൊടുക്കൽ ഒന്ന്, രണ്ട് ജനാധിപത്യം ഭരണം ഉണ്ടാവും അല്ലെ? അപ്പൊ അവരുടെ പ്രവർത്തനം ഏത് മേഖലയിലാണ് അവിടെ പൂർണ്ണമായി ഉപയോഗിക്കും അല്ലെ? ഉപയോഗിക്കാൻ വേണ്ടിയിട്ടില്ല അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അത് നമ്മളിപ്പോ വേറെ സംഘടനയിൽ ഒരു മെമ്പറായി മെമ്പർ ആവാൻ നമ്മുടെ ഭരണഘടന ലീഡറുകള് പിന്നെ ഇതിലുണ്ട് ഏതില് നമ്മുടെ മെമ്പർഷിപ്പ് പുതുക്കുമ്പോ അല്ലെങ്കിൽ ഒപ്പിടുമ്പോ അതിൽ പറയുന്ന പ്രതിജ്ഞ ഞാൻ വേറൊരു സംഘടനയിലും മെമ്പർ ആവുകയോ സംഘടനയിലല്ല വേറൊരു സംഘടന ചാരിറ്റബിൾ ട്രസ്റ്റ് പിന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇതിലൊന്നും മെമ്പർ ആവുക സമാന സംഘടന അല്ല സമാനം ഒരു സംഘടനയിലും ഭിന്നശേഷിക്കാരുടെ മേഖലയിൽ കാഴ്ചയില്ലാത്തവരുടെ മേഖലയിലുള്ള ഒരു സംഘടനയിലും കൂട്ടായ്മയിലും മെമ്പർ ആവാൻ പാടില്ല. അത് നല്ലതാണോ മോശമാണോ? പക്ഷെ ആടെ ഒരു സംശയം വന്നു. എന്താ പറയാ, കാഴ്ചയില്ലാത്തവരുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് മറ്റു വികലാംഗ സംഘടന ആ വികലാംഗ സംഘടനയിൽ കാഴ്ചയില്ലാത്തവരില്ല, അപ്പൊ അവരെ പോയിക്കൂടെ? അതെ, ഭിന്നശേഷിക്കാർ കാഴ്ചയില്ലാത്തവരുടെ സംഘടനയിൽ ആണോ പറഞ്ഞിട്ടുള്ളത്? ഭിന്നശേഷിക്കാരുടെ പ്രത്യേകിച്ച് പറഞ്ഞില്ല. കാഴ്ചയില്ലാത്തവരുടെ അപ്പൊ മറ്റു ഭിന്നശേഷിക്കാരുടെ സംഘടനയിൽ പോയിക്കൂടെ? അതിൽ പോവാം. അതിൽ കാഴ്ച വൈകല്യം ഉണ്ടെങ്കിൽ പറ്റൂല. കാഴ്ച വൈകല്യം ഉണ്ടെങ്കിൽ പോകുന്നില്ല. അത്ര ഒന്ന് പോകാൻ പറ്റില്ല. അതിലൊരു കാഴ്ചയില്ലാത്തവരുണ്ട്. ജനറൽ സെക്രട്ടറി തന്നെ എന്താണ് കാഴ്ചയില്ലാത്ത ആളാണ്. ഇപ്പൊ നമ്മളെ ഇങ്ങനെ ഇപ്പൊ നമ്മളെ മറ്റൊരു സംഘടനയിലൊക്കെ നമ്മുടെ ഈ പിന്നില്ലേ ഈ ഉണ്ടോന്ന് വെച്ചാൽ ചില ആള് ഇത് അറിഞ്ഞിട്ടുണ്ടാവണം. നമ്മള് ആടുന്ന് അരി കൊടുക്കുന്നുണ്ട്, ഈടുന്ന് ഇത് കൊടുക്കുന്നുണ്ട്, അതെല്ലാം നമ്മൾ പോയി മേടിക്കും. അത് നമുക്ക് ഒരു പരിഹാരമല്ല. അതിനാ പോവണ്ടാന്നോ വേണ്ടാന്നോ ഒന്നും പറയുന്നില്ല. അപ്പൊ ഇതിന്റെ അടിസ്ഥാനം നിങ്ങൾ മനസ്സിലാക്കുക. പഠിക്കുന്നതിന് പോവാം, പക്ഷെ നിങ്ങൾ മറ്റ് സംഘടനയുടെ ഭാരവാഹിയാവാൻ പാടില്ല. ഭാരവാഹിയാവാൻ പാടില്ല. എന്താ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് അത് ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ സംഘടനയില് ഒരു പ്രസിഡന്റ് ആവാനേ പറ്റുള്ളൂ, മറ്റു വേറൊരു സ്ഥാനവും അലങ്കരിക്കാൻ പറ്റൂല. നമ്മളത് പറയാൻ കാരണം നമ്മളുടെ 100% എനർജിയും നമ്മളെ സംഘടനക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ? മറ്റു സംഘടനകളിൽ മെമ്പർ ആവുകയോ അതിന് ഭാരവാഹിയോ ആയാൽ നമ്മുടെ സംഘടനയിൽ അനുവദിക്കാത്തത് ഇവർക്ക് അനുവദിച്ചാലോ അവരുടെ പൂർണ്ണമായ സാന്നിധ്യം നമുക്ക് കിട്ടൂല. അപ്പൊ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയത്. അപ്പൊ